അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10/1/2023 നടന്ന SSC GD എക്സാമിൻ്റെ ലാസ്റ്റ് ഷിഫ്റ്റ്, അതായത് ഷിഫ്റ്റ് 4 ആണ് ചെയ്യുന്നത്. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഒരു ബാറ്റ്സ്മാൻ അയാളുടെ 15th ഇന്നിങ്സിൽ 97 റൺസ് സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പം അയാളുടെ 14th ഇന്നിങ്സ് വരെ ഉണ്ടായിരുന്ന ആവറേജിൽ നിന്ന് 5 കൂടി. അങ്ങനെയാണെങ്കിൽ 15th ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ അയാളുടെ ആവറേജ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് 14th ഇന്നിങ്സ് വരെയുള്ള കഥ അറിയത്തില്ല, ആവറേജ് അറിയത്തില്ല. അതായത് ആവറേജ് അറിയത്തില്ല. പക്ഷെ എന്താണ് 15th അയാളെന്താ 97 അടിച്ചു. ആ 97 അടിച്ചുകൊണ്ട് എന്താണ് ഈ എല്ലാത്തിൻ്റെ ആവറേജ് 5 വീതം കൂടുക ചെയ്യുന്നത്. ഇനി 5 വീതം ആവറേജ് കൂടിയതിൻ്റെ കാരണം എന്താ, ഈ 15ാമതായിട്ട് 97 വന്നുകൊണ്ടാണ്. ഞാൻ കുറച്ചുകൂടെ രീതി പറഞ്ഞുതരാം. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇവിടെ ഈ 15ാമതായിട്ട് 97 വന്നു. എന്നാൽ ഈ 14 വരെയുള്ള സാധനത്തിന് എന്തോ ഒരു ആവറേജ് ഉണ്ടായിരുന്നു, അറിയത്തില്ല എത്ര ആവറേജിന്. ഇപ്പം 60 എന്ന് വേണമെങ്കിൽ എടുത്തു. ഇത് എക്സാമ്പിളാണ്, 60 ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പം എക്സ്ട്രാ വന്ന ഈ 37, അതായത് ഇതും 60 തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ ആവറേജിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്താ 97 വന്നിരിക്കുന്നത്, എക്സ്ട്രാ 37 കയറി വന്നിട്ട് ഈ 37നെ എന്താണ് 15 പേരും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര, ഏകദേശം 2.5 വരും. അപ്പോൾ എത്ര, ഈ 60 എന്നുള്ളത് 62.5 ആവും, 62.5 ആവും. ഇവിടെ എന്താണ് 62.5 വരും, ഇവിടെ എന്താണ് 62.5 വരും. ഇത് ഈ 97 എന്നുള്ളത് എന്താ മാറിയിട്ട് അവിടെ എന്താ 62.5 ആവും. അതാണ് ആവറേജിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്താ ഈ പ്രോബ്ലത്തിലേക്ക് വന്നാൽ 5 കൂടിയിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 5 എന്താ എല്ലാത്തിലും ഒന്നിച്ചാണ് കൂടുന്നത്, 15 എണ്ണത്തിലും 5 ഒന്നിച്ചാണ് കൂടുന്നത്. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 15ാമതായിട്ട് 97 വന്നിട്ടുണ്ട്. അതുപോലെ ഈ 15 എണ്ണത്തിൽ 5 വെച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം 15 × 5 ചെയ്യുമ്പോൾ 60 വരും. ഈ 14 വരെയുള്ള ആവറേജ്, ഇതുവരെയുള്ള ആവറേജ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ 97-ന് എന്താണ് ഈ 60 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ എത്ര 22 എന്ന് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താ 22 22 22 22 22 14 വരെയുള്ള എല്ലാ സംഖ്യകളും 22 തന്നെ കൂട്ടിക്കോ. ആവറേജ് 22 പറഞ്ഞാൽ 14 വരെയുള്ള എല്ലാ സംഖ്യയും 22. അതായത് എന്ത് തന്നെ ഇപ്പോൾ 13ാമത്തെ സംഖ്യ കുറച്ച് കൂടിയാലും 12ാമത്തെ സംഖ്യ കുറച്ച് കുറഞ്ഞാലും എന്താണ് അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് എല്ലാം 22 എന്നാണ് ആവറേജിൻ്റെ ശരിക്കും കോൺസെപ്റ്റ്. 5ാമത്തെ ആവറേജ് കിട്ടണം എന്താ ചെയ്യേണ്ടത്, ഇത് 14 വരെയുള്ള ആവറേജാണ്. 15ാമത്തെ ആവറേജ് 5 കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 22-ഉം 5 കൂടെ കൂട്ടിയാൽ എത്ര 27 ഉത്തരം. ഓപ്ഷൻ നമ്പർ 3. 15ാമത്തെ ആവറേജ് 27 എന്ന് പറയുമ്പം എന്താ സംഭവിക്കുന്നത്, ഇതെല്ലാം 27 ആവും, ഇത് 27 ആവും, 27 ആവും, 27 ആവും, ഇതെല്ലാം 27 ആയിക്കൊണ്ടിരിക്കും. ഇതുൾപ്പെടെ 27 ആവും. നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. അതായത് 4, 6, 8 3 നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സം എടുക്കുമ്പോൾ എത്രയാണ് 18 എന്ന് വരും. ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ആവറേജ് 6 എന്ന് വരും. ഈ 3 നമ്പറിൻ്റെ ആവറേജ് എന്താണ് 6 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഈ 3 നമ്പറിന് 6 6 6 എന്ന് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സം എത്രയാണ് 18 തന്നെയാണ് വരുന്നത്. സം എന്താണ് രണ്ട് സൈഡിലും സെയിം ആയിരിക്കും. അതുപോലെ ഇവിടെ എന്താണ് 6-നേക്കാളും 2 കുറവാണ്, പകരം എന്താണ് ഇവിടെ 2 കൂടുതലാണ്. ആ ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്ന എന്താണ്, രണ്ടും ഇവിടെ 2 6 വെച്ച് കൊടുത്താണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെ എന്താണ് ആവറേജിൻ്റെ കോൺസെപ്റ്റ്. ഈ സംഭവം തന്നെയാണ് ഞാനെന്ത് ഇവിടെ ചെയ്തേക്കുന്നത്. അതായത് 15ാമത്തെ ഐറ്റം നമുക്കറിയാം, 15ാമത്തെ ഐറ്റം 97 ആണെന്നറിയാം. അതുപോലെ 15ാമത്തെ ഐറ്റം വന്നപ്പം എന്താണോ കൂടിയത് അതും നമുക്ക് മനസ്സിലായി. അപ്പോൾ 15ാമത്തെ ഐറ്റത്തിൽ നിന്ന് കൂടിയ ആ സമ്മ് കുറച്ചാൽ എന്താണ് നമുക്ക് ഇതിനു മുമ്പുള്ള ആവറേജ് കിട്ടും. അതാണ് 22
നമുക്ക് കിട്ടിയത്. എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്, ഒരു സം ഓഫ് മണി 1875 രൂപ 4% ഇൻട്രസ്റ്റിൽ എന്താണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം 2028 രൂപയായി. അങ്ങനെയാണെങ്കിൽ ദ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ഇയർലി ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പളായിട്ടുള്ള 1875 രൂപ എമൗണ്ട് എത്രയായിരിക്കുന്നത്, 28 എത്ര ശതമാനത്തിലായിട്ട് 4 4% പെർ ആനം ഇൻട്രസ്റ്റിൽ അത് എത്ര വർഷം കൊണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഇവിടെ 25 100 പിന്നെ 25 150 153 ഡിഫറൻസ് വരുന്നത്. അയ്യോ നമുക്കിവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്താ കോമ്പൗണ്ട് ആണെന്നുണ്ട്, ഞാനത് കണ്ടില്ല വായിച്ചത്. അപ്പം റേഷ്യോ തന്നെ എടുക്കേണ്ടി വരും. അപ്പം ഇത് റേഷ്യോ ആക്കി ഇവിടെ എന്താ ഞാൻ 2 സൈഡിൽ 3 കൊണ്ട് വെട്ടാൻ പോവാം. അപ്പം ഇവിടെ എന്താ 625 വരും. ഈസ്റ്റ് ഇവിടെ എന്താ 676 വരും. ഈ 625ഉം 676 കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് ഇത് 25ൻ്റെ സ്ക്വയറും ഇതെന്താണ് ഇത് 26ൻ്റെ സ്ക്വയറുമാണ്. എന്താണ് റേസ്റ്റ് 2 വന്നു, അതുകൊണ്ട് എന്താണ് 2 വർഷമാണ് ആൻസർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് 10% മാർക്കറ്റ് പ്രൈസിൽ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അയാൾക്ക് എന്താ 5% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ 5% കൂട്ടിയിട്ടിട്ട് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 5% കൊടുത്താൽ പുതിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ ആദ്യം നമുക്ക് 10% ഫ്രാക്ഷനാക്കി എഴുതാം. 10% 1/10 എന്ന് എഴുതാം. അതായത് മാർക്ക് ചെയ്ത പ്രൈസ് സെല്ലിങ് പ്രൈസ് 10 രൂപയ്ക്ക് മാർക്ക് ചെയ്തിട്ട് ഈ 1 രൂപ കുറച്ച് 9 രൂപയ്ക്ക് വിറ്റു എന്നാണ് അതിനർത്ഥം. ഇനി നമുക്ക് എന്താ 5% പ്രോഫിറ്റിൻ്റെ ഫ്രാക്ഷൻ ഫോം എഴുതാം. 5% പറഞ്ഞാൽ 1/20 ആണ്. അതായത് 20 രൂപയുടെ സാധനം അയാളെന്താ 21 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇവിടെ 2 SP കൂടെ സെയിം ആകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 189 അതുപോലെ ഇവിടെ എന്താ ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പം 180. ഇവിടെ എന്താ അപ്പോൾ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ എത്രയായി 210. അപ്പോൾ ഇതിനർത്ഥം തന്നെ 210 രൂപയുടെ മാർക്ക് ചെയ്ത സാധനം അല്ല 150 രൂപയുടെ സാധനം 210 രൂപയ്ക്ക് മാർക്ക് ചെയ്തിട്ട് 189 രൂപയ്ക്ക് വിൽക്കണം. എന്തിന്, ഈ 10% ഡിസ്കൗണ്ടും 5% പ്രോഫിറ്റും ഒരുപോലെ കിട്ടണമെങ്കിൽ. എന്താ ഈ മാർക്കറ്റ് പ്രൈസിൽ 5% കൂട്ടിയിട്ടേക്കെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശതമാനമെല്ലാം എടുക്കാൻ എളുപ്പത്തിന് എന്താണ് ഞാൻ എല്ലാത്തിനും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി എന്താ 710ൻ്റെ 105% എടുക്കുക, എന്നിട്ട് അതിനകത്ത് 2 തവണ സക്സസീവ് കൊടുക്കുക, എന്നിട്ട് പുതിയ സെല്ലിങ് പ്രൈസ് കാണുക, അത് ഈ 150 ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. അത് ബൈ 150 × 100 ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഏതാ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഈസി മെത്തേഡ്, അതായത് ഒരു ഫോർമുലയാണ്. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടണമെങ്കിൽ എന്താണ്, കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 100 മൈനസ് ഡിസ്കൗണ്ട് ബൈ മാർക്ക് പ്രൈസ് ആണെങ്കിൽ 100 പ്ലസ് പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് എന്താ 10% ഡിസ്കൗണ്ടും 5% പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ 90 ഇവിടെ 105 വരും. 2ഉം 5ഉം കൊണ്ട് വെട്ടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, മുകളിൽ 18ഉം താഴെ എന്താ 21 വരും. ഇനി എന്താ ഇനി 3 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പോൾ എന്താ 3 6 are 18 3 7 are 20. ഇവിടെ നമുക്ക് എന്താ കോസ്റ്റ് പ്രൈസിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടി കഴിഞ്ഞു. ഇതപ്പോൾ ഞാൻ തൽക്കാലം എന്താ മാച്ച് കളയുക. അപ്പം കോസ്റ്റ് പ്രൈസ് എത്രയാണ് 6ഉം മാർക്കറ്റ് പ്രൈസ് 7ഉം കിട്ടി. നമുക്കെന്താണ് ഓരോ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ഇനി പുതിയ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് 5% കയറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പം 700ൻ്റെ 5% എടുത്ത് കഴിയുമ്പോൾ 700 × 105 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എത്രയാണ് ഇവിടെ 735 എന്ന് കിട്ടും.
ഇതാണ് പുതിയ മാർക്കറ്റ്, ന്യൂ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ന്യൂ എം പി എന്ന് പറയുന്നത് 735. ഇനി ഈ ന്യൂ എം പിയിലാണ് 2% സക്സസീവ് എടുക്കാൻ പോകുന്നത്. ഈ 735 2% സക്സസീവ് അല്ല 5% 2 സക്സസീവ് എടുക്കാൻ പോകും. അതായത് 19/20 ഇൻറ്റു 19/20. ഇവിടെ വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 147 എന്ന് വരും. ഇവിടെ 4 വരും. കാൽക്കുലേഷൻ നല്ല ഡിഫിക്കൽട്ടാണ്. കാരണം 147 ഇൻറ്റു 361/4 ഇൻറ്റു 20 എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പുണ്ട് ഓപ്ഷന്. വലിയ ഗ്യാപ്പില്ല, എന്നാലും അത്യാവശ്യം ഗ്യാപ്പുണ്ട്. നമുക്ക് ഇവിടെ 360 എടുത്ത് നോക്കാം. അപ്പോൾ 0 വെട്ടിപ്പോയി. 46 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്രയാണ്? 9 എന്ന് വരും. 147 × 9 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 661.5 എന്നും വരും. ചെറിയൊരു വ്യത്യാസമുണ്ട്, എസ്റ്റിമേറ്റഡ് ഫിഗറാണ്. അപ്പം പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 661.5 ആണ്. അതായത് 2 സക്സസീവ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം 661.5 ആണ് പുതിയ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എത്രയാണ്? 61.5 രൂപ വ്യത്യാസമുണ്ട്. എത്രയിൽ? 600 ടു 100 ചെയ്യുമ്പോൾ എത്രയാണ്? 61.5 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്രയാണ്? അപ്പം 6 10 ഇത് 60 നമുക്ക് മനസ്സിലായി. അപ്പോൾ 10നേക്കാളും കുറച്ച് മുകളിലാണ് മനസ്സിലായി. അപ്പം 10.5 ആണ് നമുക്കിവിടെ ഉത്തരം വരുന്നത്. ഇത് ചെയ്യുമ്പോൾ എത്ര? 10.25 എന്തോ കിട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആൻസർ 10.5 ആണ്. കാരണം നമ്മളിവിടെ ഇത് എസ്റ്റിമേറ്റഡ് ഫിഗറാണ്. കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഒരു 1 കുറച്ചിട്ടാണ്, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ 1 കുറച്ച് ചെയ്യുമ്പോഴാണ് ഈ 661.5 കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു ഡീലർ അവകാശപ്പെടുത്തുന്നത് അയാൾ 16% ലോസിലെ സാധനം വിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 1 കിലോയ്ക്ക് പകരം 750 ഗ്രാമിൻ്റെ സാധനങ്ങളെ അയാൾ എല്ലാവർക്കും കൊടുത്തു വിടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഗ്രാമിന് 1 രൂപ എന്നുള്ള രീതിയിൽ എടുത്തോ. അപ്പം 1000 ഗ്രാമിന് എത്ര രൂപ? 1000 രൂപയാവും. ഇനി ഇവിടെ ഇയാൾ 1000 ഗ്രാം വിൽക്കുമ്പം അയാൾക്ക് 16% നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1000 രൂപയുടെ 16% എടുക്കുമ്പോൾ എത്രയാണ്? 16 16% എടുക്കുമ്പോൾ 160 എന്ന് വരും. അപ്പം 160 1000 നിന്ന് കുറച്ച് കഴിയുമ്പോൾ എത്രയാണ്? 840 എന്ന് കിട്ടും. 840 എന്ന് കിട്ടും. ഇനി അയാൾ ഒരു ഫാൾസ് വെയിറ്റാണ് ഉപയോഗിക്കുന്നത്. കാരണം 1000 ഗ്രാം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എത്രയാണ്? അയാൾ 750 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. കാരണം അങ്ങനത്തെ വെയിറ്റാണ് അയാൾ ഫാൾസ് വെയിറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗ്രാം എന്നുള്ള സാധനം ഇവിടുന്ന് മാറ്റിക്കോളും. അപ്പം 750 രൂപയുടെ സാധനം അയാൾക്ക് ചിലവാകുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ അയാൾക്ക് ലാഭം എത്രയാണ്? 100 രൂപ ലാഭം. എത്രയില്ല? 750 ഇൻറ്റു 100 രൂപ. ഇത് വെട്ടിപ്പോയി. ഇവിടെ 4/3 ഇൻറ്റു 10 വരുമ്പോൾ 10. ചെറിയൊരു തെറ്റ് പറ്റിയില്ല. ഇവിടെ 100 രൂപയല്ല ലാഭം. എത്ര? 90 രൂപ. ഞാനിവിടെ 750 എടുത്തു. അപ്പം ഇവിടെ 90 രൂപ ലാഭം. എത്രയില്ല? 750. അപ്പോൾ 975 ചെയ്യുമ്പോൾ എത്രയാണ്? 12 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 12%. ഓപ്ഷൻ 4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഒരാൾ ഒരു സാധനം 135 രൂപയ്ക്ക് വാങ്ങിച്ച് 150 രൂപയ്ക്ക് വാങ്ങി. എത്ര രൂപ കൂട്ടി വിറ്റു? 135 10 145 15 രൂപ കൂട്ടി വിറ്റു. എത്രയില്ല? 135 ഇൻറ്റു 100. ഇവിടെ 3/27 വരും. 1/9. 1/9ൻ്റെ 11.1111. അതാണ് ആൻസർ. 1.9ൻ്റെ ഫ്രാക്ഷണൽ പെർസെൻറ്റേജ് വാല്യൂ 11.1111 ആണ്. ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ വാഷിംഗ് മെഷീൻ ഈസ് എത്ര? 23,500 തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഷോപ്പ് കീപ്പർ സോൾഡ് ഇറ്റ് ഫോർ 20,915. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ദ ഡിസ്കൗണ്ട് ഓഫേർഡ് ബൈ ദ ഷോപ്പ് കീപ്പർ എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ട് എപ്പോഴും മാർക്കറ്റ് പ്രൈസിലാണ് എടുക്കുന്നത്. അപ്പം 23,500 ആണ് താഴെ വരുന്ന ഡിനോമിനേറ്റർ. മുകളിലായിട്ട് ഡിസ്കൗണ്ട് അലൗഡ്. അത് എത്രയാണ് ഡിസ്കൗണ്ട് അലൗഡ് വന്നിരിക്കുന്നത്?
അപ്പോൾ എത്ര കുറയ്ക്കുമ്പോൾ 23,500 അല്ല 3,500 3,500 915 കുറയ്ക്കുമ്പം എത്രയാണ്? 2,600 2,600 10 പോയാൽ 2,590 590 2,590 5 പോയാൽ 2,585 രൂപയിലാണ് ഡിസ്കൗണ്ട് അലൗഡ് ഇൻറ്റു 100 ചെയ്തോളാം. അപ്പം 0 വെട്ടിപ്പോയി. അപ്പോൾ ഇത് ചെയ്യാതെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 9ഉം 10ഉം അല്ലെന്ന് മനസ്സിലായി. ഇനി 12ഉം 11ഉം ആണെന്ന് നോക്കണം. മുകളിലും താഴെ എന്താണ് ഞാൻ 5 കൊണ്ട് കിട്ടും. അപ്പം ഇത് 517 എന്ന് വരും. 117 താഴെ 47 എന്നും വരും. അപ്പോൾ 51-ൽ 47 എന്താ ഒരു തവണ പോവും. റിമൈൻഡർ എത്രയാണ്? 4 റിമൈൻഡർ വരും. 47 വരും. എന്താണ് 11 ഉത്തരം വരുന്നത്. ഓപ്ഷൻ 4. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ്ഡ് ഫ്രം 1, 10, 100, 1000, 10,000, ലക്ഷം. 1,45,000 എത്ര കൂടിയെന്ന്? 1, 10, 100, 1000, 10,000, ലക്ഷം. 20 ലക്ഷത്തിലേക്ക് കൂടി എന്ന് 10 വർഷത്തിനിടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ പോപ്പുലേഷൻ പെർ ആനം എത്രയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? 1,45,000. അതുപോലെ ഫൈനൽ എത്ര ഉണ്ട്? 28,50. 2 ലക്ഷം അല്ലേ? 2 ലക്ഷം. ഇവിടുന്ന് ഞാനെന്താ 3 0 വെട്ടിക്കളയുക. ഇവിടുന്ന് 3 0 വെട്ടിക്കളയുക. അപ്പം 200 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ്? 40 എന്ന് വരും. ഈസ്റ്റു 145 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണ്? 145 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 29 എന്ന് വരും. അപ്പം ഇവിടെ എത്ര ചേഞ്ച് ഉണ്ടായി? 11 കൂടി. എത്രയിൽ? 40 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 0 വെട്ടിപ്പോയി. 110 അല്ലേ? 110 ഡിവൈഡ് ബൈ 4 ചെയ്യാം. 3 സാർ 12 വരത്തില്ലല്ലോ. ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റി. എന്താണ്? 11 ഡിവൈഡ് ബൈ 29 വരേണ്ടത്. കാരണം ഇനിഷ്യലി അല്ലേ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുന്നത്. അപ്പം ഇത് ചെയ്യുമ്പം എത്രയാണ് വരുന്നത്? 110 ഡിവൈഡ് ബൈ 29 ചെയ്യണം. എന്നിട്ടൊരു 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 29 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്? 116 വരും. അപ്പോൾ എന്താ 3 മൾട്ടിപ്ലൈ ആകത്തുള്ളൂ. അപ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആണെന്ന് മനസ്സിലായി. റിമൈൻഡർ എത്ര? 23 വരും. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് 230 ആക്കിയോളാം. അപ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് മുമ്പോട്ട് പോയി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എന്താണ് 3 പോയിൻ്റ് ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഓപ്ഷൻ 3 3.793 ആണ്. അപ്പോൾ എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നത് എ എന്ന് പറഞ്ഞ ഒരാൾക്ക് 7 ചെയർ 1 മണിക്കൂർ കൊണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റും. ബി എന്ന് പറഞ്ഞ ഒരാൾക്ക് എത്രയാണ്? 4 ചെയർ 1 മണിക്കൂർ കൊണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 55 ചെയർ പെയിൻ്റ് അടിക്കാൻ അവർ രണ്ടുപേരും കൂടെ എത്ര നേരം എടുക്കുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എക്ക് എത്രയാണ്? 1 മണിക്കൂറിൽ 7 ചെയർ പെയിൻ്റ് അടിക്കാൻ പറ്റും. ബിക്ക് എന്താ? 4 ചെയർ പെയിൻ്റ് അടിക്കാൻ പറ്റും 1 അവറിൽ. ഇതെന്താണ് ഇവരുടെ എഫിഷ്യൻസി ആയിട്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? എയുടെ എഫിഷ്യൻസി 4, എയുടെ എഫിഷ്യൻസി 7, ബിയുടെ എഫിഷ്യൻസി 4. അപ്പോൾ രണ്ടുപേരോട് ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ 11 എഫിഷ്യൻസി വരും. ടോട്ടൽ വർക്ക് എത്രയാണ്? 55. രണ്ടുപേരും കൂടെ 1 മണിക്കൂറിൽ വർക്ക് ചെയ്യുന്ന എഫിഷ്യൻസി എത്രയാണ്? 11/11 ചെയ്യുമ്പോൾ എത്രയാണ്? 5 ഉത്തരം വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എന്താ 37 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 55 എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 37 ഡിവൈഡ് ബൈ 55 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ എത്രയാണ്? 3700 ബൈ 55 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 55 ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്രയാണ്? 340 വരും. അപ്പം 6 വരുന്നത്. 340 എടുത്തോളാം. അപ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 340 അല്ല, 330 വരുന്നത്. 330. അപ്പോൾ റിമൈൻഡറായിട്ട് ഇവിടെ 40 വരും. ഇനി ഇവിടെ ഈ 400-ൽ 55 എത്ര ആണോ പോകുന്നത് നോക്കാം. അപ്പം 55 ഇൻറ്റു 6 330 ആണെങ്കിൽ 55 ഇൻറ്റു 7 ചെയ്യുമ്പോൾ എത്രയാണ്? 355 കൂടെ കൂട്ടണം. ഏതാ? 330 കൂടെ 55 കൂടെ കൂട്ടണം. അപ്പം 385 വരും. അപ്പം 7 സംതിങ് വരുമെന്ന് മനസ്സിലായി. അപ്പം 400-ൽ നിന്ന് 385 കുറച്ച് എത്ര? റിമൈൻഡർ പിന്നെ 15 വരും. അപ്പം 0 ഇട്ട് കൊടുത്തിട്ട് 0
55 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 110 വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ 67 പോയിൻറ്റ് സംതിങ് വരുന്നതെന്ന് വെച്ചാൽ 67 പോയിൻറ്റ് ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അതാണ് ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സിറ്റിയുടെ കറൻറ്റ് പോപ്പുലേഷൻ തന്നിട്ടുണ്ട് ഇത്രയാണ്, അത് കഴിഞ്ഞ് 2% വെച്ചാണ് വളരുന്നതെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി ആഫ്റ്റർ 3 years എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ 2 രീതി ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ 2% എടുത്തിട്ട് ഓരോന്നെടുത്ത് സക്സസീവായിട്ട് ചെയ്യാം. അപ്പം 4 + 2 × 2/100 ചെയ്യുമ്പോൾ എത്രയാണ്? 4 + 0.04 വരും. അത് കഴിഞ്ഞ് ഇപ്പോൾ 4.04 2 കൂടി എടുത്തിട്ട് ഒന്നും കൂടി സക്സസീവ് ചെയ്യുക. അപ്പം 6.04 + 4.04 × 2/100 ഇവിടെ അപ്പോൾ ചെയ്യുമ്പോൾ എത്രയാണ്? അതായത് 6.04 + 4.4ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 8.04 വരും. അത് /100 ചെയ്യുമ്പോൾ എത്രയാണ്? 0.0808 എന്ന് വരും. അത് +6 ചെയ്യുമ്പോൾ 6.0808 എന്ന് വരും. ഇത്രയും പെർസെൻറ്റേജാണ് ഉണ്ടാകുന്നത് ചെയിൻ. ഇത്രയും പെർസെൻറ്റേജാണ് ഈ 3 തവണയായിട്ട് 2% കൂട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി ഇതല്ലാതെ എന്താണ് റേഷ്യോ മെത്തേഡിലും ചെയ്യാം. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ റേഷ്യോ മെത്തേഡ് ചെയ്യുമ്പോൾ 12500 ഇൻറ്റു 2% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/50 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ ഫോം. അപ്പം 1 കൂടി 50 ഈ 50 1 കൂടി, അപ്പോൾ 51/50 ഇൻറ്റു 51/50 ഇൻറ്റു 51/50 വരും. അപ്പോൾ ഇവിടെ എന്താ ഈ 0 എല്ലാം വെട്ടിപ്പോവും. ഇവിടെ 125 ഈ 5 ക്യൂബും വെട്ടിപ്പോവും. ആൻസർ വരുന്നത് എത്രയാണ്? 51ൻ്റെ ക്യൂബാണ് വരുന്നത്. ഇവിടെ 51ൻ്റെ ക്യൂബാന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ 2 13651. അതാണ് ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 4 പ്രൈം നമ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് 3 നമ്പേഴ്സ് ഈസ് 225. അപ്പോൾ ആദ്യത്തെ എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? 225 ആണ്. അതുപോലെ ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് 3 നമ്പർ ഈസ് 1955. എത്രയാണെന്ന് പറഞ്ഞാൽ 1955. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഇത് രണ്ടും 5ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പം ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നൊരു ഭാഗം ഏതാ? ഭാഗം മീൻസ് നമ്പർ ഏതാ? ഈ ഭാഗമാണ്. അപ്പം ഇതായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി 5. ഇനി എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? A × B × എന്താ 5 എന്ന് പറയുന്നത് 225 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 5നെ ഇങ്ങോട്ട് വിടുക. അപ്പം A × B = 225/5. ഇത് ചെയ്യുമ്പം 51 എന്ന് വരും. ഇനി ഏതൊക്കെ എയും ബിയും 2 പ്രൈം നമ്പർ, ഏതൊക്കെ പ്രൈം നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 51 വരുന്നത് നോക്കി. 17 × 3 ചെയ്താൽ നമുക്കെന്താ 51 കിട്ടും. അപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറിലാന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്? ഇത് 3ഉം ഇത് 17ഉം വരും. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് 3ൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 225 വരും. എനിക്കിനി ഇവിടെ 4ാമത്തെ നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 1955നെ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെന്താണ്? പിന്നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 391 വരും. 391 / 17 ചെയ്യുമ്പോൾ എത്രയാണ്? 23 വരും. അപ്പോൾ എനിക്ക് 4ാമത്തെ നമ്പർ കിട്ടി 23. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 23 ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ LCM ഓഫ് 32 and 40 = 9 ലെസ് ദാൻ ദ സ്ക്വയർ ഓഫ് എക്സ്. ഫൈൻഡ് ദ പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം LCM ഓഫ് 32 and 40 എന്ന് പറയുന്നത്
ഈക്വൽ ടു 9 ലെസ് ദാൻ ദ സ്ക്വയർ ഓഫ് എക്സ്. അപ്പം എക്സ് സ്ക്വയറിൻ്റെ 9 ലെസ് ദാൻ എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ LCM എത്രയാണ്? 32 × 5 ചെയ്താൽ എത്രയാണ്? 160 വരും. 40 × 5 ചെയ്താൽ 160 വരും. അപ്പോൾ LCM എത്രയാണ്? 160 LCM. അപ്പം 160 മൈനസ് എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 9 എന്ന് വരും. 160 ഈക്വൽ ടു കേട്ടോ, 160 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 9 വരും. ഈ 9 ഇങ്ങോട്ട് വിടാം. അപ്പം 169 മൈനസ് 159 ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് ഈക്വൽ ടു 169 എത്രയാണ്? 13 വരും. ഇവിടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 13. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരുത്തൻ ഹോം ടു കോളേജ് 35 കിലോമീറ്റർ സ്പീഡിലും തിരിച്ച് നടന്നാണ് വരുന്നത്. അപ്പം 3 km/hലുമാണ്. അങ്ങനെയാണെങ്കിൽ ദ ഹോൾ ജേണി ടുക്ക് ഹിം 6 മണിക്കൂർ 30 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോളേജ് ആൻഡ് ഹോം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്താ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്? ആ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു S1 × S2 ബൈ S1 പ്ലസ് S2 ഇൻറ്റു T ചെയ്താൽ മതി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? 35 × 3/38 ഇൻറ്റു ഈ 6 എന്താ 6 and 1/2 hours ഇട്ട് കൊടുത്തു. ഈ 6 എന്താണ്? 13/2 എഴുതാം. 13/2 ഇവിടെ അപ്പം 35 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 105 വരും. 105 ഡിവൈഡഡ് ബൈ 38 ഇൻറ്റു 13/2. ഇനി എന്താ, ഞാൻ ചെറിയൊരു ഉടായ്പ കാണിക്കും. അതായത് ഇത് 38 എന്നുള്ളത് എന്താ 39 ആക്കുക. എന്താണ് വെട്ടിപ്പോകാൻ എളുപ്പത്തിന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓപ്ഷൻസ് എല്ലാം ക്ലോസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത് 3 വെട്ടിപ്പോവും. അപ്പം 105 ഡിവൈഡഡ് ബൈ 6 വരും. അപ്പം 17.5 എന്ന് വരും. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. എന്തായാലും 17.25 വരത്തില്ല, 17.58 വരത്തില്ല. കാരണം എന്താ, നമ്മളിവിടെ 39 എഴുതിയിരുന്നത്, 38 വേണ്ടത്. അപ്പം താഴെ ഒന്ന് കുറയുമ്പം ഇവിടെ കൂടുക വേണ്ടത്. അപ്പോൾ എന്തായാലും എന്താണ് 17.25 വരത്തില്ല, 17.58 വരത്തില്ലെന്ന് മനസ്സിലായി. പിന്നെ 17 ഒരു ഓപ്ഷനേ ഉള്ളൂ. അതാണ് ഉത്തരം. 17.96 ഉത്തരം. 18.01 എന്താണ് ഇതുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. എന്നാൽ 17.96 ഉത്തരം. എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? മീൻ പ്രപ്പോർഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻ പ്രപ്പോർഷൻ ചോദിച്ചാൽ എന്താ √/AB ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ 0.64 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 64/100 എന്ന് എഴുതിക്കൂടെ? അതുപോലെ എന്താ 0.81 81/100 എന്ന് എഴുതാം. ഇതിനെ രണ്ടിനെ പിടിച്ച് റൂട്ടിനകത്ത് ഇട്ടിട്ട് ഇൻറ്റു ആണ് എന്താ 100 എന്ന് വരും. അപ്പോൾ 64ൻ്റെ റൂട്ട് ഇത് റൂട്ടിനെ പുറത്ത് വരുമ്പോൾ എത്രയാണ്? 8 × 9 ഈ 100 റൂട്ടിന് പുറത്ത് വരുമ്പോൾ ഒരു 10 വരും. അതുപോലെ ഈ 100 റൂട്ടിന് പുറത്ത് വരുമ്പോൾ ഒരു 10 വരും. 8 9 72/100 വരും. അപ്പോൾ എത്ര? 0.72 ആണ് ഉത്തരം. ഓപ്ഷൻ 2 0.72. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എന്താ ഒരു പുള്ളിക്ക് 10 പാരറ്റും 40 കുതിരകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് ലെഗ്സ് പെർ ആനിമൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ 10 പാരറ്റിന് 2 ലെഗ് വെച്ച് മൊത്തം 20 ലെഗ് കാണും. അതുപോലെ 40 കുതിരയ്ക്ക് 4 കാല് വെച്ച് 160 കാല് കാണും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 180 കാലുകൾ എന്ന് വരും. മൊത്തം എത്ര ആനിമൽസ് ഉണ്ട്? മൊത്തം 50 ആനിമൽസ് ഉണ്ട്. 180/5 ചെയ്യാം. ഇവിടെ 3 ആൻഡ് ബാക്കി എന്താ റിമൈൻഡർ 3/5 വരും. 3/5ൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 3.60 ആണ്. ഓപ്ഷൻ എന്താണ്? 3 വരുന്നത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറഞ്ഞു തന്നിരുന്നത് 44-55 cm². പിന്നെ അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് എത്ര 105. അങ്ങനെയാണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് L കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല എത്ര CSI എന്ന് പറയുന്നത് πRL ആണ്. അപ്പോൾ എന്താ ജസ്റ്റ് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 22/7 ഇൻറ്റു R എത്രയാണ് തന്നേക്കുന്നത് 105. RL തന്നേക്കുന്നത്, ഡയമീറ്റർ അവിടെ തന്നേക്കുന്നത്. അപ്പം 105/2 ഇൻറ്റു L എന്ന് പറയുന്നത് എത്രയാണ് 44-55. എന്താ 2ഉം 22 കൂടെ വെട്ടുമ്പോൾ എത്രയാണ് 11 വരും. 11ഉം 44-55 കൂടെ വെട്ടിപ്പോകുമ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ എന്താ 405 വരും. അതുപോലെ 7ഉം 105 കൂടെ വെട്ടിപ്പോകും. 7 15 105 വരുന്നത്. അതുപോലെ 15 27 എന്ത് 405 വരുന്നത്. അപ്പം ആൻസർ എത്രയാണ് വരുന്നത് 27 സെൻറ്റിമീറ്റർ എന്ന് വരും. അതാണ് ഉത്തരം. നമുക്കെന്താ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. അപ്പോൾ ഇവിടെ എന്താ ഡയറക്റ്റ് വോളിയം ഓഫ് ദ സിലിണ്ടറാണ് ചോദിച്ചേക്കുന്നത്. ഹാവിങ് ഹൈറ്റ് 20 cm, ബേസ് 14 cm². വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ് πR²H ആണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ് 14² ഇൻറ്റു 20. അപ്പം ഒരു 7 ഒരു 14 കൂടെ വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി 22 ഇൻറ്റു 14 ഇൻറ്റു 20 ആണ്. ഇത് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് 14 ഇൻറ്റു 20 ചെയ്യുമ്പം 280 വരും. ഇൻറ്റു ഒരു 22 കൂടെ ചെയ്യുമ്പോൾ 12 320 വരും. എന്നാൽ ഓപ്ഷൻ നമ്പർ 3. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് 1000 മീറ്റർ റേസിൽ എന്താ സലോനി ബീറ്റ് ശ്വേതാബായി 100 മീറ്റർ. അതായത് സലോനി 1000 മീറ്റർ ഓടിയപ്പം ശ്വേത എന്താ 900 മീറ്റർ ഓടിയുള്ളൂ. കാരണം എന്താണ് 100 മീറ്ററിൻ്റെ ഡിഫറൻസിലാണ് സലോനി ജയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ശ്വേത ബീറ്റ് സോനം ബൈ 150 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്വേത 1000 മീറ്റർ തന്നെ ഓടിയെന്ന് കൂട്ടിക്കോ. അപ്പം സോനം 150 മീറ്റർ കുറച്ചേ ഓടിയിട്ടുള്ളൂ. എത്ര 850 മീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ശ്വേതയ്ക്ക് 2 വാല്യൂ വന്നിട്ടുണ്ട്. അതെന്താ അത് 2 സെയിം ആക്കണം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ ബൈ ഹൗ മെനി മീറ്റേഴ്സ് ഡസ് സലോനി ബീറ്റ് സോനം ഇൻ ദ സെയിം റേസ്. സലോനി ബീറ്റ് സോനം എത്ര മീറ്ററിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്തായാലും ഈ തന്നേക്കുന്ന ഈ 2 റേഷ്യോനെ ഒന്നിച്ചാക്കി എഴുതേണ്ടി വരും. റേഷ്യോ അല്ല ഈ തന്ന 2 കണ്ടീഷനെ ഒറ്റ സിംഗിൾ റേഷ്യോ ഒക്കെ എഴുതേണ്ടി വരും. അതുകൊണ്ട് ഈ ശ്വേതയുടെ 2 വാല്യൂ സെയിം ആക്കേണ്ടി വരും. ആദ്യം ഇവിടെ എന്താ എല്ലാ 0 വെട്ടിക്കളഞ്ഞുള്ള 850 ഒരു 0 ഉള്ളല്ലേ. അപ്പം 0 0 0 0. അപ്പോൾ ഇത് രണ്ടും സെയിം ആക്കാൻ ഞാൻ എന്ത് ചെയ്യണ്ടേ ഇവിടെ എന്താ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്താ ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ഇവിടെ ശ്വേതയുടെ ഭാഗത്ത് എന്താ 900 ആവും. ഇവിടെ എന്താ ഇതും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം സലോനിയുടെ ഭാഗത്ത് 100 ഉണ്ടായിരുന്നു 1000 ആവും. ഇവിടെ എന്താ എനിക്കൊരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടാവും. അപ്പം സോനത്തിൻ്റെ സ്ഥലത്ത് എന്താ 85 ഇൻറ്റു 9 ചെയ്യുമ്പോൾ എത്രയാണ് 765 എന്ന് വരും. ഇവിടെ എന്താ 765 വരും. അപ്പം സലോനിയും സോണും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 235 മീറ്റർ. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 4. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് അതായത് അമൻ രാം ആൻഡ് കപിൽ 3 പേര് എന്താ അമൻ 68 ദിവസം കൊണ്ടും റാം 51 ദിവസം കൊണ്ടും കപിൽ 17 ദിവസം കൊണ്ടും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇനി അവരെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേ വർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ്. അതായത് ആദ്യത്തെ ദിവസം അമൻ വരും, രണ്ടാമത്തെ ദിവസം രാം വരും, മൂന്നാമത്തെ ദിവസം കപിൽ വരും. പിന്നെ എന്താ ആ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ 50% ഓഫ് ദ വർക്ക് ഈസ് കംപ്ലീറ്റ് എന്ന് ചോദിച്ചേക്കും.
എന്താണ് എന്തായാലും ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നടക്കത്തില്ല. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ LCM കണ്ടുപിടിക്കണം. ഈ 17ൻ്റെ 51ൻ്റെ LCM എന്ത് തന്നെയാണ്? 17ൻ്റെ 51ൻ്റെ LCM എന്ത് തന്നെയാണ്? 51 തന്നെയാണ്. കാരണം 17 × 3 ചെയ്യുമ്പോഴാണ് 51 വരുന്നത്. ഇനി നമുക്ക് 51ൻ്റെ 68ൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇവിടെ എന്താ, ഇനി 68 × 3 ചെയ്യുമ്പോൾ എത്ര? 204 വരും. അതുപോലെ 51 × 4 ചെയ്യുമ്പോഴും എന്താ 204 വരും. അപ്പോൾ LCM എത്ര? 204 LCM. ഇനിയിപ്പം എഫിഷ്യൻസി എടുക്കാൻ നേരത്തെ എന്താ? എഫിഷ്യൻസി എടുക്കാൻ നേരത്തെ 204 ഡിവൈഡ് ബൈ 68 ചെയ്യുമ്പോൾ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ് 3 അതുപോലെ ഇവിടെ എന്താ 4 വരും. ഇനി 204 ഡിവൈഡ് ബൈ 17 ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 204 ഡിവൈഡ് ബൈ 51 ചെയ്യുമ്പം 4 വരുന്നത്. 17 × 3 ചെയ്യുമ്പോഴുമാണ് 51 വരുന്നത്. അപ്പം 4 × 3 ചെയ്യുമ്പോൾ 12 വരും. അതാണ് ഈ കെയുടെ എഫിഷ്യൻസി, അതായത് കപ്പിലിൻ്റെ എഫിഷ്യൻസി. ഇനി ഇവർ വർക്ക് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണ്? അതായത് ആദ്യത്തെ ദിവസം അമൻ വരും. അപ്പം 3 പ്ലസ് രണ്ടാമത്തെ ദിവസം രാം വരും പ്ലസ് 4 പ്ലസ് അതുപോലെ മൂന്നാമത്തെ ദിവസം കപിൽ വരും. അപ്പോൾ അയാളുടെ 12 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 4 3 7 19 വരും. അതായത് ഒരു സെറ്റിൽ 19 എഫിഷ്യൻസി കയറിപ്പോകും. ഈ 19 പണി നടക്കുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 3 ദിവസം കൊണ്ടാണ് 19 പണി നടക്കുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിലേക്ക് ചോദിച്ചേക്കുന്നത് എന്താ? 204 പണിയില്ല, 102 പണിയേ ഉള്ളൂ. കാരണം എന്താ? 50% പണി തീർന്ന അവസ്ഥയിലത്തെ കാര്യം നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മളെന്താ 19 മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും എന്താ 102 എത്തിക്കാൻ നോക്കണം. അപ്പോൾ 19 × 5 ഞാൻ ചെയ്യുക. അപ്പോൾ എന്താ 95 കിട്ടി. അപ്പോൾ 5 സെറ്റ് ഇവർ വന്നു കഴിഞ്ഞ് 5 സെറ്റ് വരുമ്പോൾ ഇവിടെ എത്രയാണ്? ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്. അപ്പം 5 × 3 ചെയ്യുമ്പോൾ 15 ദിവസമാണ് ഇവിടെ കഴിഞ്ഞത്. ഇനി എന്താണ്? ഇനി ആ സൈക്കിൾ റിപ്പീറ്റ് ആകാൻ പോവുക. ഇനി അമൻ വരുമ്പോൾ 3 ജോലി, അയാളുടെ എഫിഷ്യൻസി എത്രയാണ്? 3. അപ്പോൾ 95 3 98 അപ്പോൾ ഇവിടെ ഒരു ദിവസം കൂടെ കൂടി. ഇനി അടുത്ത സൈക്കിൾ എന്താ? അടുത്ത റാം വരും. റാമിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 98 4 ചെയ്യുമ്പോൾ 102 പണിയും ചെയ്യും. ഒരു ദിവസം കൊണ്ട് എടുക്കും. അപ്പോൾ എത്രയാണ്? 15 1 16 1 17 ദിവസം എടുക്കും മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം ഓപ്ഷനിൽ എന്താണ്? എല്ലാം തെറ്റാണ്. ശരിക്കും 17 ഡേയ്സാണ് വരുന്നത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 numbers ആർ ഇൻ ദ റേഷ്യോ ഓഫ് 3:8. രണ്ട് സൈഡിലും 8 വെച്ച് ആഡ് ചെയ്തപ്പം എന്താണ്? റേഷ്യോ ബിക്കേം 1:2 ആയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് നമ്പർ ആൻഡ് ദ റേഷ്യോ വിൽ ബി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്തെങ്കിലും എന്താ? 3:8 റേഷ്യോ. രണ്ട് സൈഡിലും എത്രയാണ്? 8 വെച്ച് ആഡ് ചെയ്തപ്പം 1:2 ആയെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 അപ്പം ഞാൻ ഇവിടെ എന്താ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇവിടെ എന്തായി? ഇവിടെ 5 ആയി. ഇവിടെ എന്താണ്? ഇവിടെ 10 ആയി. ആ രണ്ട് ഗ്യാപ്പ് ഈക്വൽ ആക്കി ഇവിടെ ഒന്ന് ഓർത്ത് നോക്കിയേ. 3 × 5 പോയാൽ എത്രയാണ്? 2. ഇവിടെ 8 × 2 പോയാൽ 2. 8 × 10 പോയാൽ അവിടെ 2. ഈ ഗ്യാപ്പും ഈക്വലായി. അപ്പം നമുക്ക് ഈ 2ൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 8 തന്നിരിക്കുന്നത്. അപ്പോൾ 1ൻ്റെ വാല്യൂ എത്രയാണ്? 4. ഇനി ഇവിടെ എന്താ 3:8 എനിക്ക് ശരിക്കുള്ള വാല്യൂ കിട്ടണമെങ്കിൽ എന്താ? രണ്ട് സൈഡിലും 4 × ചെയ്താൽ മതി. അപ്പം 8 + 32 ഇവിടെ എന്താ 12 വരും. അപ്പോൾ ഇവിടെ ശരിക്കുള്ള നമ്പർ കിട്ടണമെങ്കിൽ എന്താണ്? ഈ 3യുടെ കൂടെ എന്താ 4 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ 12:8 + 32 വരും. ഇനി ഇതിനകത്ത് നിന്ന് 4 കുറച്ചിട്ടുള്ള കാര്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 കുറയ്ക്കുമ്പോൾ എത്രയാണ്? ഇവിടെ 8 വരും. ഇവിടെ എത്ര? 28 വരും. ഇതിന് രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 4:14 വരും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2:7. ഉത്തരം വരുന്നത് ഏതാ? 2:7 ഉത്തരം വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് 4 കഴിഞ്ഞ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.